അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. Alhamdulillah. Today we are going to study Suratul Fatiha. First of all of you say the dua for knowledge. Bismillahir Rahmanir Rahim. Rabbi yassir wa la tu'assir wa tammim bil khair wa bika nasta'inu ya fattah. Rabbi zidni ilma, Rabbi zidni ilma, Rabbi zidni ilma. Alhamdulillah. മക്കളെല്ലാവരും സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു 4 ആയത്ത് പഠിച്ചിട്ടുണ്ട് അല്ലേ? നോക്കിയേ, നമുക്കിന്ന് ഫുള്ള് പഠിക്കാം. റെഡിയല്ലേ? അർത്ഥം പഠിക്കണ്ട, മിസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ, അർത്ഥം പഠിക്കണ്ട. മക്കൾ സൂറത്ത് നന്നായിട്ട് ഓതാൻ പഠിച്ചാൽ മതി. നമുക്ക് ഓതാം. ഇന്ന് നിങ്ങൾക്ക് എഴുതാനില്ല. ഇന്ന് നിങ്ങൾക്ക് എന്താ ഉള്ളത്? സൂറത്തുൽ ഫാത്തിഹ പഠിക്കാനാണ്. അപ്പോൾ മക്കൾക്ക് ഖുർആൻ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ? ഖുർആൻ പഠിക്കാൻ നല്ല ഇഷ്ടമാണ് അല്ലേ? ഖുർആൻ പഠിച്ചിട്ട് വേണം ഹാഫിളത്താകാൻ അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഖുർആൻ പഠിക്കാൻ നല്ല മിടുക്കികളായിട്ടിരിക്കുക. എല്ലാവരും നന്നായിട്ട് നല്ല മിടുക്കികളായിട്ട് തലയിൽ തുണിയൊക്കെ ഇട്ടിട്ട് ഒന്ന് റെഡി ആയിട്ടിരുന്നേ. നോക്കിയേ, സൂറത്തുൽ ഫാത്തിഹ ഖുർആനിൻ്റെ ആദ്യത്തെ സൂറത്താണ് അല്ലേ? ഖുർആനിൽ ആദ്യത്തെ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹയ്ക്ക് പ്രാരംഭം അല്ലേ? സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പ്രാരംഭം അല്ലെങ്കിൽ ഉമ്മുൽ ഖുർആൻ, പിന്നെ അസാസുൽ ഖുർആൻ, അങ്ങനെ കുറേ പേരുകളുണ്ട്. ഖുർആൻ്റെ ഉമ്മയാണ് ഫാത്തിഹ. ഉമ്മയില്ലാതെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ? അപ്പം ഖുർആനിൻ്റെ ഉമ്മയാരാ? ഖുർആൻ്റെ ഉമ്മ ഫാത്തിഹയാണ്. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്താണ്. സൂറത്തുൽ ഫാത്തിഹ ഓതി രോഗങ്ങളൊക്കെ ഷിഫ ആക്കുമായിരുന്നു സ്വഹാബാക്കൾ. പിന്നെയോ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഒരു ദിവസം എത്ര പ്രാവശ്യമാണ് നമസ്കാരത്തിൽ ഓതുന്നതല്ലേ? നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതൽ നിർബന്ധമാണ് സൂറത്തുൽ ഫാത്തിഹ ഓതൽ നമസ്കാരത്തിൽ. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ എല്ലാവരും അറിഞ്ഞിരിക്കണ്ടേ? എല്ലാവരും ഓതണം അല്ലേ? നിസ്കാരം ശരിയാകുമോ ഫാത്തിഹ ഇല്ലാതെ? ഇല്ല. നമസ്കാരത്തിൽ സൂറത്തുകൾ ഓതൽ സുന്നത്താണ്. സൂറത്തുകൾ ഓതിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഫാത്തിഹ ഓതൽ എന്താണ്? നിർബന്ധമാണ്. അപ്പം എല്ലാ വക്കത്തിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമസ്കരിക്കുമ്പോൾ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നുണ്ടല്ലേ? ഓരോ റക്അത്തിലും ഫാത്തിഹ ഓതണം അല്ലേ? അപ്പം നോക്കിയേ, നന്നായിട്ട് ഫാത്തിഹ പഠിക്കണം ഇൻഷാ അല്ലാ. നമുക്കിന്ന് ഫാത്തിഹ ഓതാം. ആദ്യത്തെ ആയത്ത് എന്താ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അത് ഖുർആനിലില്ല. നമ്മൾക്ക് ആദ്യം ഏത് സൂറത്ത് ഓതുമ്പോഴും ഔദു പറഞ്ഞിട്ട് ഓതണം കേട്ടോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എന്താ അതിൻ്റെ അർത്ഥം? ശപിക്കപ്പെട്ട പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ കാവലിനെ തേടുന്നു. രണ്ടാമത്തെ ആയത്ത് നോക്കിയേ. നമ്മുടെ ഖുർആനിലെ ആദ്യത്തെ ആയത്തല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണ് ആദ്യത്തെ ആയത്ത്? ബിസ്മില്ലാഹി. നോക്ക് മക്കള്, ബോർഡിനകത്ത് നോക്കിക്കോ. എന്താ രണ്ടാമത്തെ ആയത്ത്? രണ്ടാമത്തെ ആയത്ത് എന്താ? മക്കളിത് പഠിച്ചിട്ടുണ്ടല്ലേ? ഫാത്തിഹയുടെ കുറച്ച് ആയത്തുകൾ മക്കൾ പഠിച്ചിട്ടുണ്ടല്ലേ? രണ്ടാമത്തെ ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി. നോക്കി, അൽഹംദു ആദ്യത്തെ ഹ ഏതാ? തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് വരുന്ന ഹ. അൽഹംദു ആദ്യത്തെ ഹ എവിടുന്നാ വരുന്നത്? തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് കാറ്റ് പോലെ വരുന്നത് അല്ലേ? അൽഹംദു. പിന്നെ രണ്ടാമത് വരുന്ന ഹ എവിടുന്നാ? തൊണ്ടയുടെ താഴേന്ന്. ലില്ലാഹി ഹ. അപ്പൊ ഈ ഹ തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. ആദ്യത്തെ ഹ തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് വരുന്ന ഹ, രണ്ടാമത്തെ ഹ തൊണ്ടയുടെ താഴ്ഭാഗത്തു നിന്ന് വരുന്ന ഹ. അൽഹംദു അല്ല, അൽഹംദു. ആദ്യത്തത് നൈസായിട്ട് പറയണം അല്ലേ? കാറ്റ് പോലെ പറയണം. അൽഹംദു ലില്ലാഹി. നോക്കിയേ, ലില്ലാഹി. അള്ളാഹു എന്ന് പറയുമ്പോൾ നമ്മുടെ നെഞ്ചിൻ്റെ മുകളിൽ നിന്നും തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്നും വരുന്ന അക്ഷരാണ് ഹ. ഏതാണ്? ഹ. മക്കൾ ഹ പഠിച്ചിട്ടില്ല, മിസ് പഠിപ്പിക്കാം.
പക്ഷേ ഇപ്പം ഖുർആൻ പഠിക്കുമ്പം മക്കളത് ശ്രദ്ധിക്കണം കേട്ടോ. അൽഹംദു ലില്ലാഹി. ഈ ഹ ഏതാണെന്നറിയോ? നമ്മുടെ അലിഫ് ബാ നമ്മൾ മക്കൾ പഠിച്ചിട്ടുണ്ടല്ലോ, അറബിക് ലെറ്റേഴ്സ്, അറബിക് ആൽഫബറ്റ്സ്. അതിൻ്റെ അവസാനത്തെ ഹ ഉണ്ടല്ലോ, അവസാനത്തെ ഹ ഇങ്ങനെ തലപ്പാക്കിട്ട് പോലെ എഴുതുന്ന ഹ, ആ ഹായാണ് തൊണ്ടയുടെ താഴ്ഭാഗത്തുനിന്ന് വരുന്ന ഹ. തൊണ്ടയുടെ താഴ്ഭാഗത്തുനിന്നും നെഞ്ചിൻ്റെ മുകൾ ഭാഗത്തുനിന്നും വരുന്ന ഹ. അൽഹംദു. ആ ഹായിനെ നമ്മൾ ചേർത്ത് എഴുതുമ്പം എന്ത് ചെയ്യും? ചെറിയൊരു സീറോ പോലെ, ചെറിയൊരു ഉണ്ട പോലെ എഴുതാം കേട്ടോ. അൽഹംദു ലില്ലാഹി. ലില്ലാഹി. അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ല, ആയിൻ തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് വരുന്ന ആലമീൻ. അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. മക്കള് മഹ്റജുകളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? അക്ഷരങ്ങൾ എവിടുന്നാ വരണ്ടേന്നൊക്കെ മക്കൾക്ക് അറിയാം. അപ്പം ഖുർആനിൽ നോക്കി അക്ഷരങ്ങൾ ഏതക്ഷരങ്ങളാണെന്ന് ക്ലിയർ ആക്കിയിട്ട് ഓതണം. ആലമീൻ്റെ അടുത്ത് ആലമീൻ പറഞ്ഞാലോ ഖുർആൻ ഓതുന്നത് തെറ്റായി പോവും കേട്ടോ. അങ്ങനെ ഖുർആൻ തെറ്റ് ചോദിയാലോ ഖുർആൻ നമ്മളെ ശപിക്കും. അപ്പം ഖുർആൻ്റെ അർത്ഥം മാറിപ്പോകും. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് ഇനി അടുത്ത ആയത്ത് നോക്കിയേ. അർ-റഹ്മാനിർ റഹീം. അർ-റഹ്മാനി. ഇവിടുത്തെ ഹയതാ നൈസായിട്ട് പറയുന്ന ഹ, തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് വരുന്ന ഹ കേട്ടോ. അർ-റഹ്മാനിർ റഹീം. അർ-റഹ്മാനിർ റഹീം. റായ്ക്ക് മുകളിൽ ശ്രദ്ധ ഉള്ളത് കൊണ്ട് റായിനെ നമ്മൾ കട്ടി കൂട്ടി ഉച്ചരിക്കണം. അറ അല്ല, അറാന്ന് പറയോ? ഇല്ല, അർ-റഹ്മാനി. അർ-റഹ്മാനിർ റഹീം. അർ-റഹ്മാനിർ റഹീം. അടുത്ത ആയത്ത് നോക്ക്. മാലികി യൗമിദ്ദീൻ. മാലികി യൗമിദ്ദീൻ. മാലികി യൗമിദ്ദീൻ. മാലിക്കി പറയരുത്. ഖാഫ് തൊണ്ടയുടെ അണ്ണാക്കിൽ നിന്ന് വരുന്ന ഖാഫ് പറയരുത്, സാധാരണ ഖാഫ്. മാലിക്കി രാജാവല്ലേ? മാലിക് എന്ന് പറഞ്ഞാൽ രാജാവാണ്. മാലിക് യൗമിദ്ദീൻ പ്രതിഫല ദിവസത്തിൻ്റെ രാജാവ് അല്ലേ? പ്രതിഫല ദിവസത്തിൻ്റെ രാജാവ്. ഇയ്യാക നോക്ക്. ഇയ്യാക. മാലിക് യൗമിദ്ദീൻ പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ രാജാവ്. ഇയ്യാക അവിടെയും സാധാരണക്കായ പറയുന്ന. ഇയ്യാക നഅ്ബുദു. ഇയ്യാക നഅ്ബുദു. ഇവിടെ എന്തൊക്കെ ആയിന പറയുന്ന? തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് വരുന്ന ആയിൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നോക്ക്. ഇയ്യാക നഅ്ബുദു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നസ്തഈൻ. നസ്തഈൻ പറയരുത്, ഇയ്യാക നഅ്ബുദു പറയരുത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എന്താണ്? നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. ഇയ്യാക നഅ്ബുദു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അപ്പം അത്രയും ആയത്ത് മക്കളൊന്ന് ഓദിക്കേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർ-റഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. നോക്ക് മക്കൾ, ഇത്രയും ആയത്തുകളിനകത്ത് ഓരോ അക്ഷരങ്ങളും ക്ലിയർ ആക്കി പറയണം കേട്ടോ. ആയിനും ഹായും ഹായും ഹംസയും എല്ലാം എന്താക്കണം?
തിരുത്തി നന്നായിട്ട് പറയണം. അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ മക്കൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഓതി പഠിക്കുക. നമുക്ക് ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. നമ്മളിപ്പം എത്ര ആയത്താ പഠിച്ചത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മി മുതൽ നമുക്ക് എണ്ണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. സൂറത്തുൽ ഫാത്തിഹയിൽ മൊത്തം എത്ര ആയത്തുണ്ട്? 7 ആയത്തുണ്ടല്ലേ? അപ്പം മക്കൾ നോക്ക്, നമുക്ക് ബാക്കിയുള്ള 3 ആയത്ത് നമുക്ക് ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, എന്നാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.